നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദേവി മഹാത്മ്യം ചാനലിലേക്ക് സ്വാഗതം. ജ്യോതിഷപ്രകാരം ഓരോ നാളുകാരും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയാണിത്. ആദ്യ ഭാഗം കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. നമ്മൾ ഇന്ന് നോക്കുന്നത് അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം എന്നീ നക്ഷത്രങ്ങളാണ്. ആദ്യം തന്നെ അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാർ പൊതുവെ വളരെ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നവരാണ്. ഇവർക്ക് മാനസിക സംഘർഷങ്ങൾക്കും സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രമാണ്. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്കടുത്ത് തൃക്കൊടിത്താനം ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ദിവ്യദേശങ്ങളിൽപ്പെടുന്ന ഒരു മഹാക്ഷേത്രമാണ് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. അത്ഭുത നാരായണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാവിഷ്ണു ഭഗവാനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. കൂടാതെ ഭഗവാന്റെ ദശാവതാരങ്ങളിൽ നാലാമത്തേതായ നരസിംഹമൂർത്തിയും തുല്യ പ്രാധാന്യത്തോടെ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട്. ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, നാഗദൈവങ്ങൾ, രക്ഷസുകൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. അത്തം നക്ഷത്രക്കാർ ഇവിടം സന്ദർശിക്കുന്നത് ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങളെ സമ്മാനിക്കും. അടുത്തത് ചിത്തിര. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ നിരവധിയായ ശത്രുദോഷങ്ങളോട് പടവെട്ടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചിത്തിര നക്ഷത്രക്കാർ നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രം അഥവാ ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്നതും ഇതേ ക്ഷേത്രം തന്നെയാണ്. ഹൈന്ദവ ശൈവ വിശ്വാസപ്രകാരം മൃത്യുവിജയിയായ പരമശിവനും ആദിപരാശക്തിയായ ശ്രീപാർവതിയുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. മഹാദേവനെ കിഴക്കുഭാഗത്തേക്കും ഭഗവതിയെ പടിഞ്ഞാറു ഭാഗത്തേക്കും അഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഭഗവതിക്ക് ശിവനേക്കാൾ പ്രസിദ്ധിയുണ്ട് എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ചിത്തിര നക്ഷത്രക്കാർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് സർവ്വസൗഖ്യത്തിനും സർവ്വൈശ്വര്യങ്ങൾക്കും ഇടയാക്കും. അടുത്തത് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ അത്ര തൃപ്തികരമല്ല. ബന്ധുസഹായങ്ങളും കുറവായിരിക്കുന്ന നക്ഷത്രമാണ് ചോതി. ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ലഭിക്കാൻ ചോതി നക്ഷത്രക്കാർ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം പാമ്പുമേക്കാട്ട് നാഗക്ഷേത്രമാണ്. സുപ്രസിദ്ധമായ സർപ്പാരാധനാ കേന്ദ്രമാണ് പാമ്പുമേക്കാട്ട് മന. കേരളത്തിൽ തൃശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിൽ വടമ വില്ലേജിലാണ് പാമ്പുമേക്കാട്ട് ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. മനയുടെ കിഴക്കിനിയിൽ വാസുകിയെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ച ഇടത്ത് ഒരു കെടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രതിഷ്ഠകൾ 2 മൺപുറ്റുകളായി തീർന്നുവെന്നും പിന്നീട് അവയും നശിച്ച് വെറുമൊരു മൺതറ മാത്രമായി തീർന്നിരിക്കുന്നുവെന്നും പറയപ്പെടുന്നു. വാസുകിയിൽ നിന്നും ലഭിച്ച മാണിക്യക്കല്ല് എവിടെയാണോ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനയിൽ ഇപ്പോഴുള്ള ഒരു വ്യക്തിക്കും വ്യക്തമായി അറിയില്ല. എങ്കിലും സർപ്പങ്ങളുടെയും മാണിക്യക്കല്ലിന്റെയും സാന്നിധ്യം മനയിൽ ഇപ്പോഴുമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചോതി നക്ഷത്രക്കാർ ഇവിടം സന്ദർശിക്കുന്നത് വളരെയധികം ഐശ്വര്യദായകമാണ്. അടുത്തത് വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ MC റോഡിന്റെ കിഴക്കുവശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രമാണിത്. രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന. സർവ്വ ദുരിതങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണ വസ്തുതകളുമുണ്ട്. ഖരപ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്നും കരുതിപ്പോരുന്നു. 4 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിശാഖം നക്ഷത്രക്കാർ ഇവിടം സന്ദർശിക്കുന്നത് സർവ്വ ദുരിതമുക്തിയും സന്തോഷവും സൗഭാഗ്യവും നൽകും. അടുത്തത് അനിഴം നക്ഷത്രം.
അനിഴം നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്ര ബുദ്ധികളായതുകൊണ്ട് പല വിധത്തിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നവരാണ്. മാത്രമല്ല ചെറിയ അസംതൃപ്തി പോലും ഇക്കൂട്ടരെ അസ്വസ്ഥരാക്കാറുണ്ട്. ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം ശബരിമലയാണ്. അയ്യപ്പന്റെ ദർശനം അനിഴം നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹവും പ്രദാനം ചെയ്യും. അടുത്തത് തൃക്കേട്ട. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മുൻകോപവും എടുത്തുചാട്ടവും വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്വഭാവവും കാളവെറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്നത് പോലുള്ള ധൃതിയും സാധാരണയായി കണ്ടുവരുന്നുണ്ട്. ചൊവ്വ രാശ്യാധിപനായതുകൊണ്ടാണ് ഈ സ്വഭാവവിശേഷം കാണുന്നത്. മനസ്ഥിതിയില്ലായ്മയും ഹൃദയചാഞ്ചല്യവും ഇവരിൽ കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം പറശ്ശിനിക്കടവ് ശ്രീമുത്തപ്പൻ ക്ഷേത്രമാണ്. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിലെ പറശ്ശിനിക്കടവിൽ വളപട്ടണം നദിക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ പരമശിവനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു. തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പന്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ ആശ്വാസം തേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാർ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ജീവിത സൗഖ്യത്തിന് അനിവാര്യമാകുന്നു. അടുത്തത് മൂലം. മൂലം നക്ഷത്രക്കാർ പൊതുവെ വരവറിയാതെ ചെലവഴിക്കുന്നവരാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന നിരവധിയായ ബാധ്യതകളാൽ ഇവർ വശം കെടാറുണ്ട്. ഇവർക്ക് മാനസിക സംഘർഷത്തിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രമാണ്. കൊല്ലത്ത് നിന്ന് ഏകദേശം 27 കിലോമീറ്റർ അകലെ കൊട്ടാരക്കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് മണികണ്ഠേശ്വരം ശിവക്ഷേത്രമാണ്. കിഴക്കോട്ട് ദർശനമായ ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായ പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ എന്നിരുന്നാലും ക്ഷേത്രത്തിലെ ഉപദേവനായിരുന്ന ശിവപാർവതി പുത്രനും വിഘ്നേശ്വരനുമായ ഗണപതിയുടെ പേരിലാണ് ദേവാലയത്തിന്റെ പ്രശസ്തി. ബാലഗണപതി എന്നാണ് സങ്കല്പം. കേരളത്തിലെ പ്രസിദ്ധമായ 5 ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, കാസർഗോഡ് മധൂർ ഗണപതി ക്ഷേത്രം, മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം, പമ്പ മഹാഗണപതി ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ. സുബ്രഹ്മണ്യൻ, ധർമ്മശാസ്താവ്, നാഗദൈവങ്ങൾ എന്നിവരാണ് മറ്റുള്ള ഉപദേവതകൾ. മൂലം നക്ഷത്രക്കാർ ഇവിടം സന്ദർശിക്കുന്നത് ഗണപതിയുടെ അനുഗ്രഹം ലഭിക്കാനും സകല വിഘ്നങ്ങൾ ഒഴിയാനും സഹായകമാകും. അടുത്തത് പൂരാടം. പൂരാടം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രമാണ്. തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രം. ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഈ ക്ഷേത്രം ലോകാംബികാ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയെ ഭദ്രകാളി ഭാവത്തിൽ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ്. ഇതിനുവേണ്ടി വളരെയധികം താന്ത്രിക വിദ്യകൾ പ്രയോഗിക്കപ്പെട്ടതായി പറയുന്നു. കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുരുമ്പക്കാവുകളും ഇവിടുന്ന് ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ കേരളത്തിലെ മറ്റ് 64 കാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. കൊടുങ്ങല്ലൂരിലമ്മ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ഭഗവതി കേരളത്തിൽ പ്രസിദ്ധയാണ്. വടക്കോട്ട് ദർശനം, ഭഗവതിയോടൊപ്പം സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയും ഇവിടെ കാണാവുന്നതാണ്. പൂരാടം നക്ഷത്രക്കാർ ഇവിടം സന്ദർശിക്കുന്നത് വിശേഷമാണ്. ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ശക്തിയും സർവാഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും.